ഹായ്, ശാന്തി സ്പെഷ്യലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നൈജീരിയൻ ചിക്കൻ റൈസാണ്. അതിൻ്റെ പേര് ജോളോഫ്. എൻ്റെ മോളുടെ ഒരു നൈജീരിയൻ ഫ്രണ്ടാണ് അവളെ പഠിപ്പിച്ചത്. അവളിൽ നിന്നാണ് എനിക്ക് ഈ റെസിപ്പി കിട്ടിയത്. അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ ജോളോഫ് ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഞാൻ കൊടുക്കുന്നു. 3/4 കിലോ ചിക്കനാണ് അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ഇടയ്ക്ക് ഒരു സ്ലിറ്റൊക്കെ കൊടുത്ത് നമുക്കൊന്ന് ഇത് വിധത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഒരു മീഡിയം ടൈപ്പിൽ വേണം നമുക്ക് കട്ട് ചെയ്യാനായിട്ട്. അത് നമുക്ക് ഒരു ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പ് നമുക്ക്, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് നമുക്കിട്ട് കൊടുക്കാം. ഗാർലിക് പേസ്റ്റ് നമുക്ക് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, എരിയില്ലാത്ത മുളക് പൊടിയാണ്. മാജിക് ചിക്കൻ ക്യൂബ്സാണ് ഞാൻ ഇടുന്നത്. 2 പാക്കറ്റാണ് ഇടുന്നത്. ഇത് നല്ല ഉപ്പുണ്ട്. അപ്പം നമ്മൾ ചിക്കനകത്ത് ഉപ്പിടുമ്പോൾ ശ്രദ്ധിച്ച് വേണം ഉപ്പിടാനായിട്ട്. ഞാൻ 2 പാക്കറ്റ് 2 ക്യൂബ്സാണ് ഇടുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. 1 ടീസ്പൂൺ തൈമാണ്, ഉണങ്ങിയ തൈമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് അടച്ചു വെച്ച് 15 മിനിറ്റ് വേവിക്കാം. ചിക്കൻ വേവുമ്പോഴേക്ക് നമുക്ക് വേണ്ടത് 2 ബെൽ പെപ്പർ, റെഡ് ബെൽ പെപ്പറാണ് വേണ്ടിയത്. അത് മസ്റ്റാണ്, റെഡാണ് ഇതിന് യോജിക്കുന്നത്. അതുപോലെ തന്നെ 2 ടൊമാറ്റോ, ഒരു ചെറിയ സവാള. ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിത് ബേക്ക് ചെയ്തെടുത്താലും മതി. റെഡ് ബെൽ പെപ്പർ എല്ലാം ചുട്ടെടുത്തു. അതുപോലെ തക്കാളി, ഉള്ളി. ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു ചുട്ട സ്മെല്ല് വരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചുട്ടെടുക്കുന്നത്. അന്നേരം അതൊരു നല്ലൊരു ഫ്ലേവറാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അഹമെല്ലാം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്ത് ചെറുതായിട്ട് നമുക്ക് എടുക്കാം. ഉള്ളി, തക്കാളി, ബെൽ പെപ്പർ ഇതെല്ലാം നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് അതിനെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു 3-4 വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് പഴുത്ത മുളകാണ്. എല്ലാം റെഡാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാം റെഡ് പെപ്പറാണ് വേണ്ടിയത്. ഇതിന് യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് സ്കോച്ച് ബോണറ്റ് പെപ്പറാണ്. അതിവിടെ കിട്ടാറില്ല. നമ്മുടെ നാട്ടിൽ അതിന് പകരം നമുക്ക് വലിയ ഉണ്ട മുളക് കിട്ടും, പഴുത്തത്, നല്ല എരിവുള്ള. അത് ഇട്ടാലും മതി. അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്കൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം. അത് നല്ലതുപോലെ അരച്ചെടുത്തു. ഞാൻ 2 കപ്പ് ബസ്മതി അരിയാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ബസ്മതി അരി അല്ലെന്നുണ്ടെങ്കിൽ സെല്ലാർ റൈസ് ആയാലും മതി. അത് നമുക്ക് ഒരു 15 മിനിറ്റ് കുതിർത്ത് വെക്കണം. നല്ലതുപോലെ കഴുകി 15 മിനിറ്റ് കുതിർക്കുക. ചിക്കൻ വെന്തു. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം.
റൈസ് നമുക്ക് ഗ്രേവിയിൽ നിന്ന് മാറ്റാം. ഇത്രയും സ്റ്റോക്ക് വന്നത് നമുക്ക് റൈസിന് വേണ്ടി ആവശ്യമാണ്. 1/4 കപ്പ് എണ്ണ, വെജിറ്റബിൾ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചൂടായി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് വറുത്തെടുക്കാം. ഇത് നമുക്കൊന്ന് തിരിച്ചിടാം. വെന്തോ വേണ്ട, എളുപ്പം ഇത് ഫ്രൈ ആവും. എല്ലാം തിരിച്ചിട്ട് കൊടുത്തു. രണ്ട് വശവും കൊടുത്ത് നമുക്ക് ഇനിയും ചിക്കൻ ഇതിൽ നിന്ന് മാറ്റാം. ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റാണ് ഇടേണ്ടത്. ടൊമാറ്റോ പ്യൂരി ഉണ്ടെങ്കിലും ഇട്ടാൽ മതി. ടൊമാറ്റോ പ്യൂരി ആണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണ്. ഇത് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണാണ് ഇടുന്നത്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ടൊമാറ്റോ പ്യൂരി നല്ലതുപോലെ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഉള്ളി, ഒരു ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ബേ ലീവ്സ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അരച്ച് വെച്ച ബെൽ പെപ്പർ കൂട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ലപോലെ വഴണ്ടു എണ്ണ തെളിയാൻ തുടങ്ങി. അപ്പം നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, തൈം ഒരു 1/4 ടീസ്പൂണ്, വീണ്ടും ഒരു പാക്കറ്റ് ചിക്കൻ ക്യൂബ്, 1 ക്യൂബ് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതെല്ലാം നല്ലതുപോലെ വഴണ്ടു. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മൾ മാറ്റി വെച്ചിരുന്ന ചിക്കൻ സ്റ്റോക്കിലേക്ക് നമ്മളിപ്പം വഴറ്റി വെച്ച ഈ കൂട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് തിളച്ചു. ഇനി നമുക്കിതിലേക്ക് ഈ അരി കുതിർത്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി നോക്കാം. തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. അത് അരിക്ക് അല്പം മേലോട്ട് മാത്രം നിന്നാൽ മതി. അതിൽ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഏകദേശം 1 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. അപ്പോൾ നമ്മുടെ അരിയുടെ മേളിൽ ഇതുപോലെ തന്നെ വരും. അരിയുടെ മേളിൽ പരാപരം പരന്ന് കിടക്കത്തക്കോണക്കുള്ള വെള്ളം ഒഴിച്ചാൽ മതി. അധികം വെള്ളം ഒഴിക്കണ്ട. ഏകദേശം 1.5 കപ്പോളം വെള്ളം ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം. അല്പം കൂടെ ഉപ്പ് വേണം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കും. നമുക്ക് ഒരു അലുമിനിയം ഫോയിൽ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് അടപ്പ് അടച്ചു കൊടുക്കാം. ചെറിയ തീയിൽ ഏകദേശം 15 മിനിറ്റ്. ചിലപ്പം ഈ അളവ് കൂടുതലുണ്ടെങ്കിൽ അതിൽ ഇച്ചിരി കൂടെ സമയമെടുക്കും. ഓരോരുത്തരുടെ അരിയുടെ വേവ് അനുസരിച്ചായിരിക്കും.
ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞ് നോക്കണം. ആടി പറ്റാതെ സൂക്ഷിക്കാൻ വേണം. വളരെ സ്ലോയിൽ വേണം ഫ്ലെയിം കൊടുക്കാനായിട്ട്. റൈസ് ഒന്ന് നമുക്ക് തുറന്ന് നോക്കാം. അടിയിലൊന്നും പിടിച്ചിട്ടില്ല, നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നല്ല പരുവത്തിന് ചോറ് വെന്ത് വന്നു. ഒന്നേലൊന്ന് തൊടാതാണ് അത് വന്നിരിക്കുന്നത്. ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട് ഇത് വെന്ത് വരാനായിട്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചിക്കൻ, നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിൻ്റെ മുകളിലേക്ക് അടുക്കി വെക്കാം. ബെൽ പെപ്പർ കൊണ്ട് നമുക്കത് ഗാർണിഷ് ചെയ്യാം. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നൈജീരിയൻ ചിക്കൻ റൈസാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ, ജോളോഫ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്നെ വിവരം അറിയിക്കുമല്ലോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.